നൗഷാദിലെ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ പി വി അബ്ദുൽ വഹാബിന്റെ വീട്ടിലുണ്ടായിരുന്നു. അവിടെ ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തി. അൻവർ UDF-നൊപ്പം ഉണ്ടാകുമെന്ന് വഹാബ് പ്രഖ്യാപിക്കുന്നു. ലീഗ് നടത്തുന്നത് മധ്യസ്ഥതയല്ല എന്ന് PMA സലാം പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം UDF-ന്റെ ഭൂരിപക്ഷവും പറയുന്നു. പോളിംഗ് നടക്കുന്നതിന് മുമ്പ് അൻവറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ ഈ അൻവർ വിഷയത്തിൽ മുസ്ലിം ലീഗ് ഇത്ര താല്പര്യമെടുക്കുന്നത് എന്തിനായിരിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഇവിടെ ഈ അൻവർ വിഷയം എന്ന് പറഞ്ഞൊരു വിഷയം ഞങ്ങളുടെ മുമ്പിലില്ല. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയ നിലപാടുകൾ അത് യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ, അതിനോട് അദ്ദേഹത്തിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അദ്ദേഹം സ്വീകരിക്കേണ്ട ഒരു രാഷ്ട്രീയ സമീപനമുണ്ട്. ആ സമീപനം അദ്ദേഹത്തിന് സ്വീകരിച്ച് മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ ആവാം. അല്ല, അദ്ദേഹം ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയോ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനത്തിനോ അന്ത്യശാസ്ത്രമൊന്നും ചെവിയോർക്കുകയോ അതൊന്നും ഞങ്ങളുടെ മുമ്പിലൊരു കൺസേണേ അല്ല. ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞു. അദ്ദേഹത്തിന് തീരുമാനിക്കാം സ്വയം ആത്മഹത്യ ചെയ്യണോ അല്ലെങ്കിൽ ഈ പിന്നെ കരക്കടക്കാൻ പോകുന്ന കപ്പലിൽ കയറണോ എന്നൊക്കെ അദ്ദേഹം തീരുമാനിക്കട്ടെ. സ്വാഭാവികമായിട്ടും പിന്നെ അദ്ദേഹത്തിന് നേർബുദ്ധി ഉപദേശിച്ചു കൊടുക്കാനും അദ്ദേഹത്തിന് സൽബുദ്ധി പറഞ്ഞു കൊടുക്കാനും ഒക്കെ ആളുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. നമ്മുടെ രാഷ്ട്രീയ പരിസരമാണ്. അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കോൺഗ്രസുമായിട്ടും ലീഗുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തി നിരവധി കൂടിക്കാഴ്ചകൾ കണ്ടോൺമെന്റ് ഹൗസിൽ ഉൾപ്പെടെ പാണക്കാടും കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലൊക്കെ അടക്കം നടത്തി അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട്. എന്താ അന്നില്ലാത്ത ഒരു അസ്കിത ഇന്ന്? അദ്ദേഹം ഏത് വീട്ടിലും അദ്ദേഹത്തിന് പോകാം, ആരെയും അദ്ദേഹത്തിന് കാണാം. അങ്ങനെ അദ്ദേഹത്തിനൊരു മനസ്സാന്തരം ഉണ്ടായി. അദ്ദേഹം നിലപാട് തിരുത്തി നിരുപാധിക പിന്തുണയുമായിട്ട് വരുന്നെങ്കിൽ വരാം, ഞങ്ങൾ അതിന് കാത്തു നിൽക്കുന്നില്ല എന്ന് അല്പനിമിഷം മുമ്പ് അഭിലാഷ് ഉൾപ്പെടെ VD സതീശൻ നടത്തിയ പത്രസമ്മേളനം ഈ വേദിയിൽ വെച്ച് തന്നെ, ഈ പരിസരത്ത് വെച്ച് തന്നെ നിങ്ങൾ കേട്ടതാണ്. പിന്നെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഇവിടെ രാഷ്ട്രീയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ നേരത്തെ വസീഫ് എന്തൊക്കെയോ അദ്ദേഹം ഈ PRDയുടെ പരസ്യം വായിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരള ഭരണത്തിൻ്റെ വിലയിരുത്തലാകും എന്നു പറഞ്ഞ് നേരിടാൻ MV ഗോവിന്ദനോ പിണറായി വിജയനോ ധൈര്യമുണ്ടോ? നേരത്തെ MV ഗോവിന്ദൻ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഈ വസീഫൊക്കെ പറയുന്ന ഈ വികസനവും ആത്മവിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ഇത് ഇടത് ഗവൺമെൻറ്റിൻ്റെ 4 വർഷത്തെ ഭരണത്തിൻ്റെ അല്ലെങ്കിൽ 9 വർഷത്തെ ഭരണത്തിൻ്റെ വിലയിരുത്തലാകും എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ട് നിങ്ങൾ ഈ കണക്കും കെട്ടുമൊക്കെ അഴിക്കുമ്പോൾ ഞങ്ങളത് സഹിഷ്ണുതയോടെ കേട്ട് നിൽക്കാം. അല്ലാത്ത പക്ഷം അതൊക്കെ കേൾക്കുമ്പോൾ ഈ പ്രേക്ഷകർക്ക് തന്നെ ചിരിയായിരിക്കും വരിക. പിന്നെ ശിവശങ്കറൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത് എനിക്കറിയില്ല. അദ്ദേഹത്തിന് പാർട്ടി മത്സരിക്കുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും മുന്നണി എന്ന് പറഞ്ഞ നാമമാത്രമായ കുറേ കക്ഷികളുണ്ട്. അവർ ഏത് സമയത്തും പരിഭവവും പരാതിയായിട്ട് നടക്കുന്ന ആളുകളാണ്. പിന്നെ കേന്ദ്രഭരണവും EDയും ഇൻകം ടാക്സും ഒക്കെ ഉള്ളതുകൊണ്ട് BJP പാളയത്തിൽ നിന്ന് മാറുന്നില്ല എന്നേ ഉള്ളൂ. അത്തരം ആളുകളുടെയൊക്കെ മുതുകത്ത് ഈ സീറ്റ് വെച്ച് കെട്ടാനാണോ പരിപാടി? നിങ്ങൾക്ക് കേരളത്തെ പറ്റി, ഈ നിലമ്പൂരിനെ പറ്റി, സംസ്ഥാന രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിലപാടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പറയുക എന്നല്ലാതെ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ ജേക്കബ് ജോർജിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ നിരാശയുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ശങ്കകൾ സതുദ്ദേശപരമാണെങ്കിൽ അത് തീർക്കാൻ പാകത്തിലൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഉറക്കം നടിക്കുന്ന ആളുകളെയൊന്നും നമുക്ക് വിളിച്ചുണർത്താൻ കഴിയില്ല. ഞാൻ തെറ്റിദ്ധരിച്ചു പോയി അദ്ദേഹം ഉറങ്ങുകയാണ് എന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഉറക്കം നടിക്കുകയാണ് എന്ന്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അതിന് മറുപടി പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.